പരിഷ്കരിച്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടായിരിക്കുന്നത്. ആധാറും വോട്ടർ ഐഡിയും തിരിച്ചറിയൽ രേഖകളായി പരിഗണിക്കണമെന്നും സുപ്രീം കോടതി, അതാണ് അതിൽ ഏറ്റവും നിർണായകമായി സുപ്രീം കോടതി പറയുന്നത് എന്നുള്ളതാണ്. ആധാറും വോട്ടർ ഐഡിയും തിരിച്ചറിയൽ രേഖകളായി തന്നെ പരിഗണിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, എന്തെല്ലാം കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? സ്വാതി, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡും ആധാർ കാർഡും രേഖയായി ഉൾപ്പെടുത്തുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്നാണ്. ഇലക്ഷൻ ഐ ഡി കാർഡ് ഉൾപ്പെടുത്തുന്നതിൽ വിസമ്മതം അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡും അതോടൊപ്പം തന്നെ ആധാർ കാർഡും രേഖയായി പരിഗണിക്കാം എന്നാണ്. ഈ രണ്ട് രേഖകളുമായി മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്ന് ഏതായാലും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കി. അഭിഭാഷകരോട് വാദിക്കാൻ വേണ്ട സമയം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ വാദം കേൾക്കാനായി തീയതി നിശ്ചയിക്കും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുവരെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. അത്തരത്തിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ശരി ഷബ്ന, എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ബീഹാറിൽ പരിഷ്കരിച്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുന്നതിനൊപ്പം ആധാറും വോട്ടർ ഐഡിയും തിരിച്ചറിയൽ രേഖകളായി പരിഗണിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്.